നമസ്കാരം. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 10ാമത്തെ അവതാരമാണ് കൽക്കി. മറ്റ് 9 അവതാരങ്ങളെപ്പറ്റി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് സാമാന്യമായതോ അതിൽ മുകളിലായിട്ടോ അറിവുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ 9 അവതാരങ്ങളും സംഭവിച്ചു കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് കൽക്കിയെ ചുറ്റി ഇപ്പോഴും കുറേയധികം അഭ്യൂഹങ്ങളുണ്ട്. കാരണം കലിയുഗത്തിൽ കൽക്കി അവതരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൽക്കിയുമായി ബന്ധപ്പെട്ട ലിറ്ററേച്ചറുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അത് മറ്റുള്ള 9 അവതാരങ്ങളുടെ അത്രയും തന്നെ പ്രചാരത്തിലില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം കൽക്കിയാണ് താരം. അതിനേറ്റവും പ്രധാനപ്പെട്ട കാരണം കൽക്കിയുടെ പേരിൽ വന്നിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൽക്കിയെപ്പറ്റി നമുക്ക് എന്തറിയാം, എപ്പോൾ കൽക്കി വരും, കൽക്കിയുടെ അവതാരം എങ്ങനെയാണ്, എവിടെയാണ്, എത്ര കൽക്കികളുണ്ട്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട മതപരമായിട്ടുള്ള റെഫറൻസുകൾ, ഈ വിഷയത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പമുള്ളത് ശ്രീ അലക്സാണ്ടർ ജേക്കബാണ്. താങ്കളുടെ ഒരു വായനയിൽ അല്ലെങ്കിൽ താങ്കളുടെ നമ്മൾ ഈ പല മതപുസ്തകങ്ങളുമൊക്കെ തന്നെ റെഫർ ചെയ്തിരിക്കുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൽക്കിയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്? പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ കൽക്കി അവതരിക്കുന്നു. എല്ലാ അവതാരങ്ങൾക്കും ഒരു ഉദ്ദേശമുണ്ട്. കൽക്കി എന്ന് പറയുന്ന അവതാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും അവസാനത്തെ അവതാരമായതുകൊണ്ടാണോ അതിന് പ്രത്യേകതയുള്ളത്? എന്താണ് കൽക്കിയുടെ പ്രത്യേകത? കൽക്കി വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹിന്ദുമതം ലോകത്തിന് കൊടുത്ത വലിയൊരു സംഭാവനയാണ്. ലോകത്തിലെ എല്ലാ സിവിലൈസേഷൻസും ലീനിയർ ഹിസ്റ്ററിയാണ് എഴുതിയത്. BC AD ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഹിന്ദുമതമാണ് സൈക്ലിക്കൽ ഹിസ്റ്ററി. അതായത് 14 മന്വന്തരങ്ങളുണ്ട്. അതിൽ 7ാമത്തെ വൈശ്വത മന്വന്തരം, സൂര്യഭഗവാന്റെ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യൻ താമസിക്കുന്ന മന്വന്തരത്തിൽ നമ്മൾ ജീവിക്കുന്നു. ആ ഓരോ മന്വന്തരത്തിനും 4 കാലം, കൃതത്രയോദാപര കലിയുഗം കഴിയുമ്പോൾ അടുത്ത മന്വന്തരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് ഇനി ഈ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇനി ഏത് നക്ഷത്ര സമൂഹത്തിലാണ് അടുത്ത മനുഷ്യൻ ഉത്ഭവിക്കാൻ പോകുന്നത്? അത് വേദവ്യാസൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. റാസ അൽഗതി അല്ലെങ്കിൽ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ സോളാർ സിസ്റ്റത്തിലാണ് ഇനി അടുത്ത മനുഷ്യൻ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ സൈക്കിളിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ലോകത്തിന് കൊടുത്ത ഹിന്ദുമതം ഈ ദശാവതാര കഥയുടെ ആവർത്തനത്തിലാണ്. അപ്പോൾ ഈ ദശാവതാര കഥയിൽ വരുന്ന കൽക്കിയെപ്പറ്റിയുള്ള വിശ്വാസം ആദ്യമായി വരുന്നത് മഹാഭാരതത്തിലാണ്. പ്രസിദ്ധനായ ഋഷി പറയുന്ന കഥയിലാണ് അത് വരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ദശാവതാര കഥയിൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ, രാമച്ചരാമ, കൃഷ്ണ, കൽക്കി എന്ന് പറയുന്ന അവതാരം. എന്നാൽ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ ദശാവതാര ലിസ്റ്റ് ഇട്ടപ്പോൾ ബലരാമൻ അതിനകത്തില്ല. 9ാമതായിട്ട് വരുന്നത് ബുദ്ധഭഗവാനാണ്. അത് കഴിഞ്ഞിട്ട് 10ാമത്തത് കൽക്കി. ഭാഗവതത്തിലെ ഈ ലിസ്റ്റിന് ശേഷം അത് വിശദമായി പറയുന്നത് മത്സ്യപുരാണത്തിലാണ്. നമ്മുടെ കയ്യിൽ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന മത്സ്യപുരാണം ഒരു 1600 കൊല്ലം പഴക്കമുള്ള മത്സ്യപുരാണമാണ്. ഒറിജിനൽ വേദവ്യാസൻ്റെ മത്സ്യപുരാണം നമുക്ക് അതുപോലെ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കാലഘട്ടം ആയപ്പോഴേക്കും ബുദ്ധമതം കൽക്കി വിശ്വാസത്തെ ടേക്ക് ഓവർ ചെയ്തു. എന്നിട്ട് തന്ത്രിക് ബുദ്ധിസത്തിൻ്റെ ഭാഗമായി കൽക്കിയെപ്പറ്റി പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. അത് കൽക്കി സിദ്ധാന്തം എന്ന് പറയുന്ന സാധനമാണ്. അത് ചൈനയിലും ടിബറ്റിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യ, വിയറ്റ്നാം, കംബോഡിയ എന്നുള്ള സ്ഥലങ്ങളിലാണ് അത് വിശദമായിട്ട് പ്രചരിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം, ഹിന്ദു ക്ഷേത്രം ഇന്ത്യയിലല്ല, അത് കംബോഡിയയിലെ അങ്കോർ വാട്ടാണ്. 10 ചതുരശ്ര കിലോമീറ്റർ, 5500 ഏക്കറിലാണ് അത് പണിഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഈ ദശാവതാര കഥ കറക്റ്റ് പറഞ്ഞിട്ട് ലാസ്റ്റിൽ കൽക്കിയുടെ അവതാരവും കൽക്കി എങ്ങനെ കുതിരപ്പുറത്ത് വരും ഇതൊക്കെ വിശദമായിട്ട് പരാമർശിക്കുന്നത്. ജൈനമതത്തിലും കൽക്കി വിശ്വാസമുണ്ട്. പിന്നെ സിഖ് മതം, ഗുരു നാനാക്കിൻ്റെ പ്രസിദ്ധമായ പ്രസംഗത്തിൽ കൽക്കി അവതാരവും അതിൻ്റെ പ്രത്യേകതയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 300 വർഷത്തിന് മുമ്പ് തമിഴ്നാട്ടിൽ പ്രസിദ്ധമായ ഒരു കൽക്കി പുരാണം ഇറങ്ങിയിട്ടുണ്ട്. ഒറിജിനൽ വേർഷൻ തമിഴിലാണ്, പിന്നെയാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇങ്ങനെ കൽക്കിയുടെ വിശ്വാസം ഇതൊരു 8ഓ 10ഓ രൂപത്തിൽ ലോകത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അന്തിമ രൂപം എന്ന് പറയുന്നത് കൽക്കി അവസാനം വന്നിട്ട് യുഗാന്ത്യം കുറിച്ചുകൊണ്ട് പുതിയൊരു യുഗത്തിന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഹിന്ദുമതത്തിൻ്റെ വലിയൊരു പ്രത്യേകത പോലെ തന്നെ മറ്റു മതങ്ങളിലും ഇങ്ങനെയുള്ള വിശ്വാസ സംഹിതകൾ ഒരുപാടുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം 4 മൃഗമോ മൃഗസമാനമോ ആയിട്ടുള്ള രൂപങ്ങളാണ്. വാമനൻ ബ്രാഹ്മണ കുട്ടിയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒറിജിനലില്ല. പിന്നെ വന്ന പുരാണങ്ങളാണ് വാമനൻ ബ്രാഹ്മണ പയ്യനായിരുന്നു എഴുതി വെച്ചിരിക്കുന്നത്. പരശുരാമനും ശ്രീരാമനും ക്ഷത്രിയരായിരുന്നു. ബലരാമനും ശ്രീകൃഷ്ണനും യാദവരായിരുന്നു. പക്ഷേ കൽക്കി ബ്രാഹ്മണനായി ജനിക്കും എന്നാണ്. ഈ അന്ത്യം കുറിക്കാൻ വരുന്ന ആൾ വാമനനെ പോലെ ബ്രാഹ്മണനാവും കൽക്കി എന്ന ഒരു പൊതു സിദ്ധാന്തം ഈ പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. അത് ഈസ്റ്റേൺ UPയിലെ പ്രസിദ്ധമായ കൽക്കാനി ബ്രാഹ്മണരുടെ ഇടയിലാണ് ഈ കൽക്കി ജനിക്കാൻ പോകുന്നത് എന്നാണ് വിശ്വാസം. അപ്പോൾ കൽക്കി എന്നുള്ള പേര് തന്നെ ആ ബ്രാഹ്മണ വംശത്തിനുണ്ട്.
കൽക്കാനി എന്ന് പറയുന്ന ബ്രാഹ്മണ വംശത്തിൽ. പക്ഷേ പേര് വരുമ്പോൾ അതിനകത്ത് വേറെ കുഴപ്പമുണ്ട്. പകുതിയോളം പുസ്തകങ്ങളിൽ കർക്കി എന്നാണ് പറയുന്നത്. കർമ്മത്തിൻ്റെ അവസാനം കുറിക്കുന്നവൻ എന്നർത്ഥം, കർമ്മയുഗത്തിൻ്റെ അവസാനം കുറിക്കുന്നയാൾ. പക്ഷേ കർക്കി എന്നുള്ളത് പിന്നീടുള്ള ഒരു 1500 കൊല്ലത്തെ പുസ്തകങ്ങളെല്ലാം കൽക്കി എന്ന് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. കാലത്തിന് അന്ത്യം കുറിക്കുന്നവൻ, കർമ്മത്തിനല്ല, കർമ്മത്തിന് അന്ത്യം കുറിക്കുന്ന കർക്കി എന്ന് പറഞ്ഞു, കാലത്തിന് അന്ത്യം കുറിക്കുന്നയാൾ കൽക്കി എന്ന് പറഞ്ഞു. ഈ കൽക്കിയുടെ വിശ്വാസ സംഹിതയിൽ വളരെ പ്രധാനമായിട്ടുള്ളത്, അദ്ദേഹം ഒരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് വളർന്നു വന്ന ശേഷം അദ്ദേഹം അയോധന കല പഠിച്ച് അദ്ദേഹം ഒരു അശ്വാരൂഢനായി മാറിയ ശേഷം കാലത്തെ വിധിക്കുന്ന ഒരു കൽക്കിയാണ്. അതിനകത്ത് വിശ്വാസ സംഹിതയ്ക്ക് എതിരായി വരുന്ന എല്ലാവരെയും സംഹരിക്കുന്ന ഒരു കൽക്കിയാണ് വരുന്നത്. ഇത് ക്രിസ്തുമതത്തിൻ്റെ അവസാനം അന്തിക്രിസ്തു വരുന്ന വിശ്വാസ സംഹിതയുണ്ട്. മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസ സംഹിതയുടെ അവസാനം ഈ അന്ത്യം കുറിക്കാൻ വരുന്ന രണ്ടാമത്തെ അവതാരമുണ്ട്. അങ്ങനെയുള്ള വിശ്വാസ സംഹിതയുണ്ട്. മറ്റു മതങ്ങളിലുള്ള വിശ്വാസ സംഹിതയുണ്ട്. പക്ഷേ ഹിന്ദു മതത്തിലെ കൽക്കിയുടെ പ്രത്യേകത, അദ്ദേഹം ഈ തെറ്റായ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ ശേഷം അതിനെ ഉന്മൂലനം ചെയ്തിട്ട് നന്മ കൊണ്ടുവരികയും ഈ കൽപ്പാന്തകാലം തീർത്തിട്ട് ചതുയുഗങ്ങളിലെ കൃതയുഗത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഈ വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥയിലും ദേവിയുടെ ദശാവതാര കഥയിലും ഈ ഭഗവാൻ അവതരിക്കുന്നതിനൊരു ഒരു ഓർഡർ പറയുന്നുണ്ട്. കൃതയുഗത്തിൽ 4 അവതാരം, ത്രേതായുഗത്തിൽ 3 അവതാരം, ദ്വാപരയുഗത്തിൽ 2, കലിയുഗത്തിൽ 1. 4, 3, 2, 1. അപ്പോൾ ഈ കൽക്കിയുടെ അവതാരം കഴിയുമ്പോൾ വീണ്ടും ഭഗവാൻ 4 തവണ അവതരിക്കുന്ന കൃതയുഗത്തിലേക്ക് പോവുകയാണ്. സത്യം 4 കാലിൽ നിൽക്കുന്ന ഒരു യുഗം. സത്യം 1 കാലിൽ നിൽക്കുന്ന കലിയുഗത്തിന് ശേഷം സത്യം 4 കാലിൽ നിൽക്കുന്ന കൃതയുഗത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ കൽക്കി ഒരു അന്തകനാണ്. പക്ഷേ മറ്റേ അർത്ഥത്തിൽ ആ കൽക്കി പുതുതിനെ സൃഷ്ടിക്കുന്ന, നന്മയെ സൃഷ്ടിക്കുന്ന, ഭഗവാനെ 4 തവണ നമുക്ക് നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്ന ഒരു യുഗം ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരേ സമയം അന്തകനും ആരംഭകനുമായി മാറുന്നു കൽക്കി. അത് വളരെ രസകരമായിട്ട് കൽക്കിയുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനോടൊപ്പം ഇപ്പോൾ അങ്ങ് സംസാരിച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞ ഈ ദശാവതാരത്തിൻ്റെ ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ, അതായത് അതൊരു പക്ഷേ ഒരു ഹ്യൂമൻ എവല്യൂഷൻ പോലെ തന്നെ നമുക്ക്, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു എവല്യൂഷൻ പോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അത് വെള്ളത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, മത്സ്യമാണ്. പിന്നീട് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്ക് ഒരു ആംഫീബിയനായിട്ട് കൂർമ്മം അങ്ങനെ മാറുന്നു. വരാഹം പിന്നീട് വരുന്നു, അപ്പോൾ ഒരു മൃഗമാകുന്നു. പിന്നീട് അതിനകത്തിൽ മനുഷ്യനും മൃഗവും ചേർന്ന രൂപം വരുന്നുണ്ട്, നരസിംഹം വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് മനുഷ്യരൂപത്തിലേക്ക് വരുന്നു. അത് അതിൻ്റെ പല രീതികളിലുള്ള എവല്യൂഷൻ വരുന്നു. ആദ്യം ഒരുപക്ഷെ വനത്തിലൊക്കെ വസിക്കുന്ന ആളാണ് എങ്കിൽ, ഇപ്പോൾ പരശുരാമനെ പോലെയുള്ള ഒരാളാണ് എങ്കിൽ, ക്രോധത്തിനെ ഒന്നും തന്നെ പെട്ടെന്ന് അങ്ങനെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത ഒരാളാണെങ്കിൽ പിന്നീട് അതിലൊരു എവല്യൂഷൻ ഉണ്ടാകുന്നു. ആ സൊസൈറ്റി കൂടുതൽ നമ്മൾ ഇന്ന് പറയുന്ന രീതിയിലത്തേക്ക് സിവിലാകുന്നതിനനുസരിച്ച് ഒരു ഭരണകർത്താവായിട്ടുള്ള ഒരാൾ വരുന്നു, തന്ത്രജ്ഞനായിട്ടുള്ള ഒരാൾ വരുന്നു. അങ്ങനെ ഒരു നാച്ചുറൽ എവല്യൂഷനുണ്ട്. അതിൽ നമ്മൾ അവസാനം വരെ കണ്ടു നിർന്നിരിക്കുന്നത് ശ്രീകൃഷ്ണൻ വരെ നമ്മൾ കണ്ടു നിർത്തുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ഉപായങ്ങളും, എല്ലാ തന്ത്രങ്ങളും, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വളരെ കൃത്യമായിട്ടുള്ള തത്വചിന്തയും വീക്ഷണവും ദർശനവും എല്ലാമുള്ള ഒരു യുഗപുരുഷൻ എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെയും അടുത്ത സൂപ്പർലേറ്റീവായിട്ടുള്ള ഒരു രീതി, നമ്മൾ ഈ എവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ 9ലും മികച്ചതായിരിക്കണം 10ാമത് വരിക എന്ന രീതിയിലത്തേക്കുള്ള ഒരു നാച്ചുറൽ എക്സ്പെക്റ്റേഷൻ കൂടിയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ കൊണ്ട് നമ്മൾ ഇതുവരെ കണ്ടതിനപ്പുറത്തേക്ക് എന്ത് പ്രതീക്ഷിക്കാം? അതിനെപ്പറ്റി എന്തായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പുരാണങ്ങൾ? ഇപ്പോൾ കൽക്കി പുരാണമുണ്ട്, അല്ലെങ്കിൽ വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. അതിലൊക്കെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമ്മൾ ഡിസ്ക്രിപ്ഷൻ വെച്ച് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അശ്വാരൂഢനായിട്ട് വരുന്നു, ആ കുതിരയ്ക്ക് ചിറകുകളുണ്ട്. അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടം, നമ്മൾ ഇന്ന് പറയുന്ന കലിയുഗം എന്താണ് ഇവിടുത്തെ കലി? ആൾക്കാർ ഏത് രീതിയിലാണ്? ആൾക്കാർക്ക് ഇപ്പോൾ ധനത്തിനോട് ആസക്തി, മറ്റു പല രീതിയിലുള്ള ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളോടുള്ള ആസക്തി, ഇതെല്ലാം തന്നെ ഒരുപക്ഷെ ഒരു മാനുഷിക മൂല്യങ്ങളെയെല്ലാം തന്നെ ഇല്ലാതെയാക്കിക്കൊണ്ട് സ്വേച്ഛ മാത്രം പരിഗണിച്ചുകൊണ്ട് ആൾക്കാരൊരു തെറ്റായ രീതിയിലത്തേക്കുള്ള ഒരു ജീവിതക്രമത്തിലേക്ക് പോകുമ്പോൾ അതിനെയെല്ലാം തന്നെ തടയുന്നതിന് വേണ്ടി വരുന്ന ഒരാൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ആധുനിക കാലത്തിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഒരുപക്ഷെ മാച്ച് ആവില്ല. ഒരാൾ വരികയാണ്, പറക്കുന്ന കുതിരപ്പുറത്ത് വരുന്ന ഒരാൾ എന്നതിനപ്പുറത്തേക്ക് ഇന്നത്തെ കാലത്ത് നമുക്കിതിനെ ഏത് രീതിയിലത്തേക്ക് സങ്കല്പിക്കാം? കൽക്കി ഇന്ന് വരുമോ, എത്ര നാൾ കഴിഞ്ഞ് വരുമോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ള ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയിൽ വരേണ്ടുന്ന കൽക്കി ഏത് തരത്തിലുള്ള കൽക്കിയാണ്? കാരണം നമ്മുടെ ഗ്രീഡ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതികളിലാണ്, നമ്മുടെ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, ഈ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം നമ്മൾ വായിക്കുമ്പോൾ, ഒറിജിനൽ സ്പീഷീസ് വായിക്കുമ്പോൾ വളരെ കൃത്യമായി പറയുന്ന ഓർഡറിലാണ് ദശാവതാര കഥ വരുന്നത്.
റിവർ വാലി സിവിലൈസേഷൻസിലൊക്കെ മത്സ്യ ഒരു ആരാധനാമൂർത്തിയാണ്. അതാണ് മത്സ്യാവതാരം എന്ന് പറയുന്നത്. എന്നാൽ പെനിൻസുല ആൻഡ് ഐലൻഡ്സ് അവിടെയൊക്കെ ഈ ആംഫിബിയൻ ലൈഫാണ് പോസിബിൾ. അതുകൊണ്ട് തന്നെ ആംഫിബിയനായി നിൽക്കുന്ന ഒരു കൂർമാവതാരം വരുന്നു. മൂന്നാമത്തെന്ന് പറയുന്നത് വൈൽഡ്, കാട്ടിൽ ജീവിക്കുന്ന സമയത്ത് കാട്ടിലെ ജീവിക്കുന്ന ജീവിയാണ് ഈ വരാഹാവതാരം. ഇനി ലോകത്തിൽ ഇസ്ലാം മതത്തിൽ ഉൾപ്പെടെ സ്വർണ്ണത്തിന് പറയുന്ന പേര് വരാഹൻ എന്നാണ്. കാരണം രാഷ്ട്രകൂട രാജവംശത്തിന് നാണയമായിരുന്നു സ്വർണ്ണ നാണയമായ വരാഹൻ. അതിൻ്റെ ഒരു വശത്ത് വരാഹത്തിൻ്റെ പടമായിരുന്നു വരച്ച് വെച്ചിരുന്നത്. ഈ സ്വർണ്ണ നാണയം അറബികൾ ഉൾപ്പെടെയുള്ളവർ ട്രാൻസാക്ട് ചെയ്തപ്പോൾ അവർ ആ നാണയത്തെ വിളിച്ച പേര് വരാഹൻ. മുസ്ലിങ്ങൾക്ക് വലിയ ഇഷ്ടമില്ലാത്ത മൃഗമാണ് ഈ പന്നി, പക്ഷേ അവരുടെ ഭാഷയിലും സ്വർണ്ണത്തിൻ്റെ പേര് വരാഹൻ എന്നാണ്. അപ്പോൾ ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവസങ്കല്പമാണ് സ്ഫിങ്സ് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ മുഖവും സിംഹത്തിൻ്റെ ശരീരവും. എന്നാൽ സ്ഫിങ്സിൻ്റെ ഏറ്റവും വലിയ പ്രതിമകളെല്ലാം കിട്ടിയിരിക്കുന്നത് ആര്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും 68 മീറ്റർ പൊക്കമുള്ള അതിനെ സിംഹനരൻ എന്നാണ് അഫ്ഗാൻ ഭാഷയെ വിളിക്കുന്നത്. അത് ഇന്ത്യയിൽ വന്നപ്പോഴേക്കും നരസിംഹമായി, തലസിംഹവും ഉടൽ മനുഷ്യൻ്റെയായി മാറി. അതങ്ങോട്ട് കഴിയുമ്പോൾ വാമനൻ വരികയാണ്. ലോകത്തിലെ ആദ്യത്തെ ജനവിഭാഗം മുഴുവൻ ഹൈറ്റ് കുറഞ്ഞ മനുഷ്യരായിരുന്നു. 4 അടിയൊക്കെ ഉള്ള ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യനൊരു 15,000 വർഷത്തിന് മുമ്പാണ് മനുഷ്യൻ 6 അടി പൊക്കമുള്ള മനുഷ്യനായിട്ട് മാറിയത്. പ്രോട്ടീൻ കണ്ടൻ്റാണ് ആഹാരത്തിൽ കൂടി പോകാൻ വലിയവനായി. അപ്പോൾ പ്രിമീവൽ മനുഷ്യൻ്റെ സമയത്താണ് ഈ പിഗ്മിയബിൾ ഇരിക്കുന്ന വാമനൻ എന്ന് പറയുന്ന ആൾ. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും രാഷ്ട്രസങ്കല്പം വന്നു. രാഷ്ട്രസങ്കല്പം വന്നപ്പോഴേക്കും പരശുരാമൻ എങ്ങനെയാണ് ഈ വാർലോഡ്സിനെയൊക്കെ പരാജയപ്പെടുത്തി നാട്ടിലൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാക്കുക. ശ്രീരാമൻ വന്നപ്പോഴത്തേക്ക് വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കി, ടാക്സേഷൻ റെഡിയാക്കി, പാവപ്പെട്ടവർക്ക് പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിപ്പിച്ചു, അവന് ക്ഷേമരാഷ്ട്രം ഉണ്ടാക്കി. പക്ഷേ അത് കഴിഞ്ഞ് ബലരാമനും ശ്രീരാമനും വന്നപ്പോഴേക്കും വളരെ കൃത്യമായി ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റുകയാണ്. അതായത് ബലരാമൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചപ്പോൾ കിട്ടിയ സ്ത്രീധനമാണ് ഈ ദ്വാരക എന്ന് പറയുന്നത്. കുശസ്ഥലി എന്ന് പറഞ്ഞ സ്ഥലം. ദേവന്തൻ്റെ 4 മക്കൾ, 3 ആൺമക്കളും 1 മകളുമായിരുന്നു. ആ മകളെ രേവതിയെ കല്യാണം കഴിച്ചാണ് ബലരാമന് സ്ത്രീധനം കിട്ടിയതാണ്. ബലരാമനും ശ്രീകൃഷ്ണൻ അവിടെ ചെന്ന ശേഷം ദേ നെവർ സ്റ്റാർട്ടഡ് എ മൊണാർക്കി. ദേ നെവർ അവർ തലയിൽ കിരീടം വെച്ച രാജാക്കന്മാരായില്ല. പകരം ജനങ്ങളെ എലക്ട് ചെയ്തിട്ട് 36 ജനപ്രതിനിധികളുണ്ടാക്കി. അതിനെയാണ് മഹാഭാഗവതത്തിൽ വിളിക്കുന്നവർ ദാസാർഹി, ദാസന്മാർ, അർഹരായവരെ തിരഞ്ഞെടുത്തവർ. ലോകചരിത്രത്തിൽ ആദ്യത്തെ പാർലമെൻറ്റാണ് ദ്വാരകയിൽ തുടങ്ങിയ ദാസാർഹി. ആ ദാസാർഹിയിലാണ് പ്രൊഹിബിഷൻ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ചർച്ച, എങ്ങനെയാണ് പാർലമെൻറ്റ് നടക്കുന്നത് മുഴുവൻ ഭാഗവതത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതങ്ങോട്ട് കഴിഞ്ഞ് വരുന്ന അവസരത്തിലാണ് ഇത് വഷളാവുന്നത്, സിറ്റുവേഷൻ വഷളാവുന്നത്. അപ്പോൾ അക്രമികളെ നേരിട്ടിട്ട് 44 ഇൻവേഷൻസിനെ നേരിട്ടു ഭഗവാൻ കൃഷ്ണൻ. എന്നിട്ട് ഐഡിയൽ സ്റ്റേറ്റ് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഐഡിയൽ സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന ഭഗവാൻ കൃഷ്ണൻ വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിൽ പോയി, തിരിച്ചൊരിക്കൽ അമ്പാടി പോയില്ല. വൃന്ദാവനത്തിൽ നിന്ന് മധുരയിൽ വന്നു, തിരിച്ചൊരിക്കലും വൃന്ദാവനത്തിൽ പോയില്ല. മധുരയിൽ നിന്ന് അദ്ദേഹം ദ്വാരകയിൽ പോയി. ഹി നെവർ റിട്ടേൺ ടു മധുരൈ. അപ്പോൾ വൺ വേർഡ്, മനുഷ്യൻ മുമ്പോട്ട് പോകുന്ന ആ പ്രോഗ്രഷൻ്റെ ഭാഗമാണ് ഭഗവാൻ കൃഷ്ണൻ. ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്ത് പോയിട്ട് തിരിച്ച് പഴയ സ്ഥലത്തോട്ട് പോകാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ആ മുന്നേറിക്കൊണ്ടിരിക്കുന്ന യാത്രയിലാണ് കൽക്കി വന്നിട്ട് ദാറ്റ് ഫോർവേഡ് ജേർണി ഈസ് മെയ്ഡ് ഇൻ ടു എ സർക്കിൾ, യു ഗോ ബാക്ക് ടു യുവർ ഒറിജിനൽ. വാർദ്ധക്യത്തിലെത്തുമ്പോൾ യു ഹാവ് ടു വൺസ് അഗൈൻ ബിക്കം എ ചൈൽഡ്, സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയും. വാർദ്ധക്യത്തിലെത്തുന്ന മനുഷ്യൻ സെക്കൻഡ് ചൈൽഡ്ഹുഡാണ്. മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവൻ പുനർജന്മം എടുക്കുകയാണ്. ഹി വിൽ കം ബാക്ക് ഇൻ എ ലേറ്റർ ലൈഫ്, പുനർജന്മം എടുക്കുകയാണ്. അപ്പോൾ സിവിലൈസേഷൻ ഓൾസോ പുനർജന്മം എടുക്കണം. അപ്പോൾ കൽക്കി വന്നിട്ട് ഈ ബാഡ് സിവിലൈസേഷൻ നശിപ്പിച്ചിട്ട്, ഈവിൾ ഫോഴ്സിനെ കൊണ്ട് നശിപ്പിച്ച ശേഷം സിവിലൈസേഷൻ ഈസ് റിവേർട്ടഡ് ബാക്ക് ടു ഇസ് ഒറിജിനൽ പ്രിമീവൽ പ്യൂർ ഫോം. അവിടെയാണ് കൽക്കിയുടെ വിജയം എന്ന് പറഞ്ഞാൽ. പലരും ധരിച്ചതിന് കൽക്കിയുമ്പോൾ കൊല്ലാൻ വരുന്ന ആളാണെന്നാണ്, മനുഷ്യനെ കൊന്നു തീർക്കുന്നതാണ്. മനുഷ്യനെ കൊന്നു തീർക്കുന്നതല്ല, ദി ഈവിൾ ഈസ് ഡിസ്ട്രോയിഡ്. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ കൊടുത്ത ആ പ്രോഗ്രസ്സിനെ സൈക്ലിക്കലാക്കി മാറ്റി ഇറ്റ് ഗോസ് ബാക്ക് ടു ഒറിജിനൽ. വാർദ്ധക്യത്തിലൊരു മനുഷ്യൻ സെക്കൻഡ് ചൈൽഡ്ഹുഡിൽ പോകുന്ന പോലെ സിവിലൈസേഷൻ സെക്കൻഡ് ചൈൽഡ്ഹുഡിലോട്ട് പോവുകയാണ്. മൂന്നാമത്തെ ആസ്പെക്റ്റിൽ ഒരു നശിച്ചു പോയൊരു സിവിലൈസേഷൻ നശിച്ചു കഴിഞ്ഞപ്പോൾ ഹീ സ്റ്റാർട്ടിങ് എവറിതിങ് എ ന്യൂ, പുതുതായിട്ട് മാറ്റാണ്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തു, കമ്പ്യൂട്ടർ പ്രോഗ്രാം ഡാമേജ്ഡായി. അപ്പോൾ ആ കമ്പ്യൂട്ടർ എക്സ്പെർട്ട് എന്ത് ചെയ്യും? അതിനെ ഇറേസ് ചെയ്തിട്ട് പുതിയൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കണം. അപ്പോൾ കേരളത്തിലെ റേഷൻ കാർഡ് മുഴുവൻ സ്റ്റെബിലൈസ് ചെയ്യണം. വൺ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഡിവൈസസ് എ ന്യൂ പ്രോഗ്രാം. അപ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിൽ പുതിയ പുതിയ പ്രോഗ്രാമിലൂടെ ലോകത്തെ അഡ്വാൻസിലേക്ക് കൊണ്ടുവരികയാണ്. ആ സിവിലൈസേഷനകത്ത് ഒരു റിഫോം ആൻഡ് റിവിഷൻ ഉണ്ടാക്കണം. ആ റിവിഷനാണ് കൽക്കി അച്ചീവ് ചെയ്യുന്ന വലിയ നേട്ടം. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് പറ്റിയെന്ന് അറിയാമോ? മനുഷ്യൻ വേണ്ട, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ യുദ്ധം ചെയ്യാൻ മനുഷ്യൻ വേണ്ട, കറി വെക്കാൻ മനുഷ്യൻ വേണ്ട, ഓപ്പറേറ്റ് ചെയ്യാൻ മനുഷ്യൻ വേണ്ട, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ മനുഷ്യൻ അപ്രത്യസ്തമാകുന്ന ഒരു യുഗത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ സിവിലൈസേഷണൽ പ്രോഗ്രസ്സിൽ എല്ലാം ഏത് സമയത്ത് റിന്യൂ ചെയ്യാൻ പോകുന്ന മോഡേൺ സയൻസിൻ്റെ കൺസെപ്റ്റാണ് കൽക്കിയുടെ അവതാരം.
അപ്പോൾ നമ്മളെല്ലാ മനുഷ്യരും വളരെ മോശമായ അവസരത്തിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് നല്ലൊരു യുഗം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. ആ നല്ല യുഗം കൊണ്ടുവരുന്നതാണ് കൽക്കി, അല്ലാതെ ഉള്ള സിവിലൈസേഷൻ നശിപ്പിക്കുന്ന അന്തകനല്ല കൽക്കി. ഇതാണ് സാധാരണ ഞാൻ മനസ്സിലാക്കേണ്ട കൽക്കി. ചുരുക്കി പറഞ്ഞാൽ ഒന്നിൻ്റെയും അന്തകനല്ല കൽക്കി, നേരെ മറിച്ച് നമ്മുടെ ചാക്രികമായിട്ടുള്ള ഒരു ജീവിതക്രമം അത് ഏതൊരു സമയത്താണോ റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു സത്യയുഗം ആരംഭിക്കേണ്ടത് അതിന് നാന്ദി കുറിക്കുന്നതിന് വേണ്ടി എത്തുന്നയാളാണ് കൽക്കി എന്നുള്ളതാണ് നമ്മുടെ പുരാണങ്ങളിൽ നിന്ന് നമ്മൾ കൽക്കിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എന്തായാലും കൽക്കി സിനിമ വന്നതോടുകൂടി വളരെ റെയറായിട്ടാണ് നമ്മൾ ഒരുപക്ഷെ ഈ സമീപകാലത്തൊക്കെ തന്നെ കാണുന്നത്. ഹിന്ദുമതത്തിലെ ചില കോൺസെപ്റ്റുകളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. കൂടുതൽ ചർച്ചകൾ ഉണ്ടാകട്ടെ. ആൾക്കാർ നമ്മുടെ മതത്തിനെ, വിശ്വാസത്തിനെ, ഇതിലുള്ള എല്ലാ വിധത്തിലുള്ള സിംബലുകളെ കൃത്യമായി മനസ്സിലാക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.